ജനങ്ങളെ മുഴുവനും ഇളക്കി മറിച്ച് എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഹജ്ജിന് പോയിട്ട് വന്നവര് പോലും പല മേഖലകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് മറ്റുള്ളതായ ഫാസിസ്റ്റ് ശക്തികളുടേതായ വലയിൽ പോലും വീണുപോകുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം. യൂട്യൂബിൽ കൂടിയും നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റവും കൂടുതൽ വൈറലായി ഹജ്ജിന് വേണ്ടിയിട്ട് പോയാണ് ശിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടുന്ന് നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് ആൾക്കാരെ എതിർപ്പുകളുമായിട്ട് കടന്നു വന്നു. പക്ഷെ അന്ന് നമ്മളൊക്കെ വളരെ ആഗ്രഹത്തോടെ നിറകണ്ണുകളോടെ കണ്ടുകൊണ്ട് ജനലക്ഷങ്ങൾ മുഴുവനും ഒന്ന് കാണാനും മുസാഫഹത്ത് ചെയ്യാനും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനും വേണ്ടി പാവപ്പെട്ടവരാകുന്ന വിശ്വാസികളാകുന്ന ജനങ്ങൾ മുഴുവനും എല്ലാ മുഖമൂലകളിലും നിന്നുകൊണ്ട് ദുആ വസിയ്യത്തുകൾ കടന്നു വന്നുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ കൂടി വലിയ വലിയ വരുമാനമുണ്ടാക്കുകയാണ് എന്ന് ഈ പാവപ്പെട്ടവരാകുന്ന ജനങ്ങൾ അറിഞ്ഞില്ല. ഇന്ന് ഫാസിസ്റ്റ് ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ലൈക്കിന് പോലും വലിയ ആഹ്ലാദം കണ്ടെത്തുന്ന രീതിയിൽ അദ്ദേഹം മാറിപ്പോയെന്ന് ചിന്തിക്കുമ്പോൾ, ഇന്ന് വലിയൊരു ചർച്ചയായി മാറുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെടുമ്പോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അവര് കഫം പുടവ അവര് കയ്യിൽ വെച്ചുകൊണ്ടാണ് അവര് യാത്ര പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇനി ഒരിക്കലും ഒരു മടക്കമില്ല, ഇനി ഒരിക്കലും നമ്മുടെ നാടുകളിലേക്ക് മടക്കമില്ല. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി പൊരുത്തപ്പെടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെങ്കിൽ, ഇന്ന് വരുമാനമുണ്ടാക്കുന്ന ഒരു സ്രോതസ്സാക്കി ഹജ്ജിനെ മാറ്റിയിരിക്കുന്നു, ഉംറയെ മാറ്റിയിരിക്കുന്നു, സിയാറത്തുകളെ മാറ്റിയിരിക്കുന്നു. അമലുകൾ മുഴുവനും സോഷ്യൽ മീഡിയയിൽ കൂടി കൊണ്ടുവന്ന് അത് മുഴുവനും ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ശിഹാബ് ചോറ്റൂരടക്കമുള്ള സുഹൃത്തുക്കളോട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു പരിപാടി നിങ്ങൾ നടത്തിയത്? നിങ്ങൾ നടന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് പോയത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ജീവിക്കേണ്ട ജീവിതം ഇങ്ങനെയല്ല. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദ്വാരക്കുന്നതും നിസ്കരിക്കുന്നതും തസ്ബീഹ് ചൊല്ലുന്നതും സിയാറത്തിന് പോകുന്നതും ജനങ്ങളുമായി പങ്കെടുക്കുന്നത് പോലും ജനങ്ങളെ കാണിച്ചുകൊണ്ട്, അവരുടെ കയ്യടി വാങ്ങിച്ചുകൊണ്ട്, അവരുടെ ലൈക്ക് വാങ്ങിച്ചുകൊണ്ട്, ഷെയർ വാങ്ങിച്ചുകൊണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അത് അള്ളാഹുവിന് നിരക്കാത്ത പരിപാടി മാത്രമല്ല, അത് അള്ളാഹു തആല വെറുക്കുകയും അള്ളാഹുവിന്റെ ശാപമുണ്ടാവുകയും ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകള് അത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് ജനങ്ങൾ അറിയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്ന ഇർദുൽ അമൽ ബിർറിയാ, ലോകമാന്യത കൊണ്ട് നിങ്ങളുടെ അമല് മുഴുവനും അള്ളാഹു വലിച്ചെറിയപ്പെടും, നിങ്ങളിലേക്ക് തന്നെ മടക്കപ്പെടും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇസ്ലാമിനെ തകർക്കാൻ പോകുന്നവര് പോലും, ഇസ്ലാം എങ്ങനെയെങ്കിലും തകരണം, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോപ്പുകുത്തുന്നവര്, കച്ചകൂട്ടുന്നവര്, അതിനു വേണ്ടിയിട്ട് തന്ത്രങ്ങൾ പണയുന്നവര്, അവരുടെ ഒരു ലൈക്ക് കിട്ടുമ്പോ നിനക്ക് വല്ലാത്ത മനസ്സിന് വല്ലാത്ത പുളകിതമാകുന്നെങ്കിൽ നിന്റെ നീയത്ത് അവിടെ പിഴച്ചു പോയിരിക്കുകയാ. ഇവിടെ ആരുടെയും ലൈക്കിന് നീ ഒരിക്കലും നിന്റെ ഹൃദയം പിഴയാൻ പാടില്ല, അതിനുവേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല.
വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരുടെ ലൈക്ക് മേടിച്ചിട്ട് ഈ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാനാണ് ആഗ്രഹമെങ്കിൽ ആ തൊപ്പി നീ അഴിച്ചു വെക്കണം. കാരണം ആ തൊപ്പി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ മുഴിയെത്തുന്ന അമലെന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ അമലില് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിരിക്കണം. അതിൽ ഖുദൂ ഉണ്ടാകണം, ഖുശൂ ഉണ്ടാകണം, അള്ളാഹുവിന്റെ റിളയുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യാതെ കണ്ട് ഇഖ്ലാസ് ഇല്ലാതെ കണ്ട് ചെയ്യുന്ന ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത്? അപ്പൊ ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടല്, ഇതൊക്കെ ജനങ്ങളെ കണ്ടിട്ട് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദുനിയാവ് വാരിപ്പുണരുവാൻ വേണ്ടി മാത്രമാണോ ഇത് ചെയ്യുന്നത്? വല്ലാത്തൊരു ആശങ്ക ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയേണ്ടി വരുന്നത്. വല്ലാത്തൊരു ആശങ്കയുണ്ടതിൽ, വല്ലാത്ത സങ്കടമുണ്ട്. കാരണം നടന്ന ഹജ്ജിന് വേണ്ടിയിട്ട് പോയപ്പോ ദുആ ചെയ്തു, അല്ലാഹുവേ കാലിലൊരു മുള്ളു പോലും നീ കൊള്ളിക്കല്ലേ അല്ലാ എന്ന്. കാലിലൊരു മുള്ള പോലും കൊള്ളിക്കല്ലേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവിടേക്ക് നീ എത്തിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്.